പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 17-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടും ഈ പ്രഭാതമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 136-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ആയിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. മറ്റു ചിലർ ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഗികളായിരിക്കും. ഏത് മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ ഏത് താഴ്ചകളിൽ കൂടെ കടന്നു പോകുന്നവരെയും ഉയർത്തുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ. പലതിലും ആമേൻ താഴ്ച ഭവിച്ചവരെ സമൂഹം അവഗണിക്കുമ്പോഴും പല നല്ല കാര്യങ്ങളിലും അവരെ ഓർക്കാതെ പലരും മറന്നു കളയുമ്പോഴും അവരെക്കുറിച്ച് ഓർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ആമേൻ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. 41-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് താഴ്ത്തുന്നത്? നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം. സമൃദ്ധി ഹേതുവായിട്ട് നാം ദൈവത്തെ നിഷേധിക്കാതെയും ഉപേക്ഷിക്കാതെയും നാം പാപം ചെയ്ത് നശിച്ചു പോകാതെ ഇരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളിൽ കൂടെ അല്ലെങ്കിൽ ചില പരാജയങ്ങളിൽ കൂടെ നമ്മെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടത്തിവിട്ടേക്കാം. അങ്ങനെ വരാം. പല ദൈവമക്കളുടെ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെയും താഴ്ച കണ്ട് പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു? ദൈവം അറിയുന്നില്ലയോ? ദൈവസന്നിധിയിൽ ഇവർ വിശ്വസ്തരല്ലയോ? ഇവർ ദൈവസന്നിധി വിശ്വസ്തരല്ലാഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ താഴ്ചയും കഷ്ടതയും ഇവർ അനുഭവിക്കുന്നത് എന്ന് അനേകർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. പ്രിയ ദൈവവൈതലേ, പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമയിൽ ജീവിച്ചിരുന്ന കർത്താവ് താൻ ഇറങ്ങി ഈ ഭൂമിയിലേക്ക് വരികയും ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിൽ മനുഷ്യജന്മം എടുക്കുകയും ചെയ്തു. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും തനിക്ക് അപമാനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യേശു ഒരു ഉന്നത കുടുംബം ജനിക്കാൻ തിരഞ്ഞെടുക്കാത്തത്? എന്തേ ഒരു രാജകുടുംബം തിരഞ്ഞെടുത്തില്ല? യേശുവിൻ്റെ താഴ്ച നിമിത്തം തനിക്ക് ന്യായം കിട്ടിയതുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു ഏറ്റവും ദരിദ്രനായതുകൊണ്ട് തനിക്ക് ന്യായം പോലും സ്തോത്രം ലഭിച്ചില്ല എന്ന് നമുക്ക് കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. സൗന്ദര്യമുള്ളവരെ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ, സാമ്പത്തികമായി ഉയർന്നവരെ, ഇങ്ങനെയുള്ളവരെയാണ് ഇന്ന് ലോകം ഓർക്കുകയും സ്നേഹിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞു പോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നുകളയുകയും യാതൊരു നല്ല കാര്യങ്ങൾക്ക് സ്തോത്രം ആഘോഷങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ളവരെ ക്ഷണിക്കുക പോലും ചെയ്യാത്തവരുമുണ്ട്. എന്നാൽ ആരെയും മറന്നു കളയാത്തവനും വിശേഷാൽ താഴ്ച ഭവിച്ചവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. ആമേൻ. താണവനെ ഉയർത്തുകയും ഉയർന്നവനെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ദൈവം സ്തോത്രം ഉണ്ട്. സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നവരും വളരെയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു സമൂഹത്തിലായാലും ഒരു വീട്ടിലായാലും എല്ലാവരും ഒരുപോലെ കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണമെന്നില്ല. സുവിശേഷം നിമിത്തം അപ്പോസ്തലന്മാർ
പലപ്പോഴും ജയിലിൽ കിടന്നിട്ടുണ്ട്. തങ്ങളുടെ കേസ് വാദിക്കുവാനോ തങ്ങളെ സഹായിക്കുവാനോ ആരുമില്ലാതെ അവഗണിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ദൈവം തുണയായി നിൽക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആമേൻ. തൊലിക്ക് നിറം കുറവായതിൻ്റെ പേരിലും ശരീരത്തിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളതിൻ്റെ പേരിലും സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിലും നിന്ദിക്കപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്യുന്നവർ നിരവധിയാണ്. സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ മറ്റുള്ളവർ നിന്ദിക്കുകയും ഭർത്താവ് സ്നേഹിക്കാതെയും ഇരുന്നതിനാൽ യാക്കോബിൻ്റെ ഭാര്യ ലേയ വളരെ ദുഃഖിതയായിരുന്നു. ഈശായുടെ മൂത്ത മക്കളേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവനായിരുന്നത് കൊണ്ട് ദാവീദിനെ വനാന്തരങ്ങളിൽ ആടുമേയ്ക്കുവാൻ വിട്ടു. എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരുന്നത് അവസാനത്തെ മകനെ അല്ലെങ്കിൽ മകളെയോ സ്തോത്രം വളരെയധികം മാതാപിതാക്കൾ സ്നേഹിക്കുകയാണ്, അധികം സ്നേഹിച്ച് വളരെ കരുതുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണുവാനിടയായി. എന്നാൽ ഇവിടെ ദാവീദിന്റെ അപ്പനും അമ്മയും തള്ളിക്കളയുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ചിലർക്ക് എത്ര നല്ല കഴിവും നല്ല സ്വഭാവവും ഉണ്ടെങ്കിലും അവരുടെ കുടുംബ പശ്ചാത്തലം മോശമായതിൻ്റെ പേരിൽ സമൂഹത്തിൽ താഴ്ത്തപ്പെടുന്നവരും വളരെയാണ്. ഗിദെയോൻ കഴിവുണ്ടെങ്കിലും അവൻ്റെ കുടുംബം മോശമായതിൻ്റെ പേരിൽ അവൻ സമൂഹത്തിൽ നിന്നും തള്ളപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തു. പ്രിയ ദൈവവൈതലേ, ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ, സമൂഹം നിന്നെ താഴ്ത്തിക്കളയുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുകയും ചേർത്തു നിർത്തുകയും ചെയ്യും. ഇന്ന് പ്രഭാതം ദൈവസന്നിധിയിൽ താഴ്ന്നവനെ ദൈവം ഉയർത്തും. പ്രിയ ദൈവവൈതലേ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ നിൽക്കുവാൻ തയ്യാറാണോ? ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. അമ്മേ, പ്രാർത്ഥിക്കാമോ? ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടുകൂടെ നമുക്കും പറയാം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതേ പ്രിയ ദൈവവേദനയെ നാം പ്രതീക്ഷിക്കുന്നവർ നമ്മെ മറന്നു കളഞ്ഞേക്കാം, നമ്മെ ഓർക്കാതിരുന്നേക്കാം. നാം വിശ്വസിക്കുന്നവർ, നാം കരുതിയവർ, നാം സ്നേഹിച്ചവർ, ഹല്ലേലൂയ, നാം സഹായം ചോദിച്ചവർ, അവരൊക്കെ നമ്മെ ഓർക്കാതെ മറന്നിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നിൽക്കാമോ? ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം നാഥ, ഞങ്ങളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഞങ്ങളുടെ താഴ്ചയെ ഞങ്ങളെ ഓർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തരുകയാണ് കർത്താവേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗബലഹീനതയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെൻറ്റിന് സാമ്പത്തികമല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിൽ കർത്താവെ ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ താഴ്ചയിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. ഭാവി ജീവിതങ്ങളിൽ കർത്താവെ സ്തോത്രം തകർച്ച പ്രാപിച്ചവരുണ്ട്. ഇന്ന് പകൽ കർത്താവെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഉയരുവാൻ കഴിയാതെ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഉയരാൻ കഴിയാതെ ഭാരപ്പെടുന്ന കർത്താവെ താഴ്ചകളിലായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുടുംബങ്ങളെ കർത്താവെ ഇന്ന് പ്രഭാതം സ്വർഗം ഓർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ ബലഹീനതയിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസിക നിരാശകളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഇന്ന് പ്രഭാതം സ്വർഗം ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോഹയും കുടുംബത്തെയും കർത്താവെ ഓർത്തതുപോലെ എൻ്റെ ദൈവം സകല മക്കളെയും ഓർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.